മലയാളക്കരയെ കസകുടിപ്പിക്കുന്ന കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലെ നെയ്ത്തു തൊഴിലാളികൾ ഇന്ന് കടുത്ത ഉപജീവന പ്രതിസന്ധിയിലാണ്. പാരമ്പര്യമായി കൈമാറി വന്ന ഈ തൊഴിൽ മേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മലയാളക്കരയെ കസകുടിപ്പിക്കുന്ന തിരുവല്ലാമല കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലെ നെയ്ത്ത് തൊഴിലാളികൾ ഇന്ന് പ്രതിസന്ധിയിലാണ്. ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിൽ മേഖലയാണ് കൈത്തറി നെയ്ത്ത്. എന്നാൽ ആ അധ്വാനത്തിനുള്ള ഫലം ലഭിക്കുന്നില്ല എന്നതാണ് ഈ മേഖലയിലെ പാരമ്പര്യ തൊഴിലാളികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. തൊഴിൽ സംരക്ഷിക്കുവാനായി കേന്ദ്ര, കേരള സർക്കാരുകൾ ഇടപെട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന ആവശ്യവും തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട്. കൊറോണ വന്നപ്പോ അങ്ങനെ നെയ്ത്ത് അങ്ങനെ പോയി 14 സൊസൈറ്റി നെയ്തുകൊണ്ടിരുന്നതാണ്. എല്ലാം മുടങ്ങിപ്പോയി. ഇപ്പോൾ നൂലും കൂലിയും ഒന്നും ഇല്ലാതെ സംഭവമൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെന്റിന് ആനുകൂല്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഈ വരുത്തുന്ന വെച്ചാൽ ആൾക്കാർ സൊസൈറ്റി നെയ്യാൻ താല്പര്യത്തിൽ പോകണം. പോയാലെല്ലാം നെയ്യാനുള്ള ആൾക്കാർ വന്നാൽ നിർത്തിക്കൊണ്ട് പോവാം. അതിന് പൈസ വേണമല്ലോ. അതിന് പൈസ ഇല്ലാതെ ഗവൺമെന്റ് സഹായിക്കുക, കേന്ദ്ര സർക്കാരോ ഇവിടുത്തെ ഗവൺമെന്റൊക്കെ സഹായിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. ആൾക്കാർ കുറെ ആൾക്കാർ നെയ്യാൻ റെഡിയായിട്ടുണ്ട്. മെമ്പർഷിപ്പ് മുമ്പത്തെ വരെ നെയ്യാനുള്ള ആൾക്കാർ കൂടി നെയ്ത്തിന് വരാം. നമുക്ക് നല്ല രീതിയിൽ 400 തന്നെ ബോണസൊക്കെ കൈ നിറയെ വാങ്ങിണ്ടായിരുന്നു. ജോലി വന്നോ 15,000 20,000 രൂപ അഡ്വാൻസ് കിട്ടും. ബോണസ് 40,000 കിട്ടിയിട്ടുണ്ടാവും. 25% വരെ ബോണസ് കിട്ടി അന്ന് സൊസൈറ്റിക്ക്. ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ്. ആ സംഭവം ഇപ്പൊ ഇല്ലാണ്ടായിപ്പോയി. ഇപ്പൊ സംഭവം അതൊക്കെ ഗവൺമെന്റ് നല്ല രീതിയിൽ നടത്തി കൊടുക്കണം. കേന്ദ്ര സർക്കാരായാലും ഇപ്പൊ ഹാൻഡെക്സ് എടുത്ത് നടക്കാൻ വെച്ചാൽ പലിശ ഇല്ലാണ്ടൊക്കെ അന്നാളെ നടക്കാൻ പറ്റില്ല അല്ലേ? പലിശ കൊടുത്തിട്ട് ലോൺ എടുത്തിട്ടൊക്കെ ഈ സ്ഥാപനം നടത്താന്ന് വെച്ചാൽ അതൊക്കെ സഹായിക്കണം ഗവൺമെന്റ്. പരമ്പരാഗത നെയ്ത്ത് രീതികൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാനായി പാഠ്യപദ്ധതി ആസൂത്രണം ചെയ്യണമെന്നും തൊഴിലാളികൾ പറയുന്നു. ഞാൻ ഒരു തരി നെയ്യണമെങ്കിൽ 6 ആള് വേണം ഈ സാധനം റെഡിയാക്കിയെടുക്കാൻ. എന്റെ വീട്ടുകാരടക്കം കഷ്ടപ്പാണ്. എന്നാലും ഈ ഒരു തരി ഓടിക്കാൻ പറ്റും. അല്ലാണ്ട് തരി തോന്നുന്നു അത് നടക്കില്ല. എല്ലാത്തിനും ആൾക്കാർ വേണം. ഒരു തരി നെയ്ത്ത് പൊട്ടണമെങ്കിൽ തന്നെ ആൾ വേണം. ഇത് ഏച്ചു കൂട്ടാൻ വേണം. ഇത് ഓരോ ഏഴ പാവ് കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കി വരും. ഇത് കട്ട് ചെയ്ത് പണിക്കണം. ഓരോ ആയിട്ട് ഇങ്ങനത്തെ ആ കസവ് കണ്ടില്ലേ? ഇപ്പൊ വീശിനത് ഈ ബോർഡർ കണ്ടില്ലേ? അതിനാണത് വീശിനത്. അതും ജയിച്ചു കൊടുക്കണം. ഇതൊക്കെ വീട്ടുകാർ പെണ്ണ് കണ്ട് ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് മാറ്റം. സൗജന്യ വൈദ്യുതിയും പലിശരഹിത വായ്പാ പദ്ധതികളും ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പരമ്പരാഗത തൊഴിൽ നിലനിർത്താനാകൂ എന്നതാണ് പൈതൃക നെയ്ത്ത് ഗ്രാമത്തിലെ പാരമ്പര്യ നെയ്ത്ത് തൊഴിലാളികൾ പറയുന്നത്.